ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യം, സ്വർഗം. സ്വർഗം കിട്ടാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നരകത്തുനിന്ന് രക്ഷപ്പെടുക, കൂട്ടത്തോടെ കുടുംബത്തോടെ സ്വർഗത്ത് പോകണം. ഒരു കുട്ടി പോലും തെറ്റിത്തെറിച്ച് നരകത്ത് പോയി പെടാൻ പാടില്ല. അതിന് ഇവിടെയുള്ള ഓരോ വ്യക്തിയും ആ ലക്ഷ്യത്തിലേക്ക് പരുവപ്പെടണം. ആ പരുവപ്പെടലിൻ്റെ ഭാഗമാണ് ഈ സംഗമങ്ങളും ഇതുപോലുള്ള പരിപാടികളൊക്കെ. അങ്ങനെ പരുവപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന ഒരു വിശുദ്ധ ചൈതന്യമുണ്ട്, ഒരു ഉൾക്കരുത്തുണ്ട്. അതാണ് തഖ്വ. ആ തഖ്വ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലേക്ക് എന്ത് വന്നാലും, സന്തോഷങ്ങൾ, സുഖങ്ങൾ, അനുഭൂതികൾ, സുഖ സൗകര്യങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ വന്നാലും അതൊക്കെ ഈ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറും. അതാണ് തഖ്വ. തഖ്വ വളരെ പ്രധാനമാണ്. തഖ്വ ഇല്ലെങ്കിൽ ഒന്നിനൊരു ജീവൻ ഉണ്ടാവില്ല. തഖ്വയുടെ പിൻബലമില്ലാതെ നമ്മൾ നടത്തുന്ന നമസ്കാരങ്ങൾ, നോമ്പുകൾ, അതിനൊക്കെ അതിനൊരു ശ്രദ്ധ ഉണ്ടാവില്ല, ഒരു കഴമ്പുണ്ടാവില്ല, ഒരു ഖുശൂ ഉണ്ടാവില്ല, ഒരു ഏർപ്പാടോ കാട്ടിക്കൂട്ടലുകളൊക്കെ ആയി മാറും. വളരെ ഗൗരവം നോക്കേണ്ട സംഗതിയാണത്. പരലോകത്ത് വെച്ച് ആദ്യം ചോദ്യം ചെയ്യുന്നത് നമസ്കാരമാണല്ലോ. ആ നമസ്കാരത്തിൻ്റെ അതിൽ നമ്മളാണ്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഈസിയാണെന്നാണ്. എന്നാൽ നമ്മുടെയൊക്കെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? എത്രമാത്രം ശ്രദ്ധ നമുക്ക് വരുന്നുണ്ട്? നമസ്കാരത്തിനായിട്ട് കയ്യെട്ടി കഴിഞ്ഞാൽ പിന്നെ പലജാതി ചിന്തകളോട്ട് വരികയാണ്. എവിടുന്നൊക്കെ ഇത് വരുന്നതെന്ന് പറയാൻ പറ്റൂല. ഗൾഫിലുള്ളൊരു മനുഷ്യന് ഇങ്ങോട്ട് കയ്യെട്ടി കഴിഞ്ഞാൽ നേരെ നാട്ടിലെത്തും. പിന്നെ നാട്ടിൽ കാണേണ്ടവരൊക്കെ കണ്ട് അത്യാവശ്യം സംഗതികളൊക്കെ ചെയ്ത് അത്തയ്യാത്താകുമ്പോഴത്തേനും അവിടെ ഗൾഫിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടാവും. വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ 5 വക്ത് നിസ്കാരം കഴിയുമ്പോഴേക്കും ആ കല്യാണത്തിന് വിളിക്കേണ്ട ആൾക്കാരെ ഫുള്ള് ലിസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ നമസ്കാരം. നമ്മുടെ ഫ്രണ്ടിൻ്റെ മോനെ, കമ്പ്യൂട്ടറിൽ അഗ്രഗണ്യനാണ്, അതിവിദഗ്ധനാണ്, പല അത്ഭുതങ്ങൾ അവൻ സൃഷ്ടിക്കും. ഓൻ്റെതായ കുറേ ആപ്പുകളൊക്കെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഏത് കോഴ്സിനാണ് പോയത്, ഏതാ അവൻ പഠിച്ചത്? ഒരു കോഴ്സും പഠിച്ചില്ല. 10ാം ക്ലാസ് മുതൽ ഓനെ ഇതിമ തന്നെയാണ് ഏത് സമയത്തും. ആ എക്സ്പീരിയൻസിൽ നിന്ന് ഭയങ്കര എക്സ്പെർട്ടായി മാറി. നമ്മൾ 7ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് നിസ്കാരം, നോമ്പൊക്കെ. നമ്മൾ എക്സ്പെർട്ടായി മാറിയണോ? നമസ്കാരത്തിൽ നമ്മൾ എക്സ്പെർട്ടായോ? ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എക്സ്പെർട്ടായി മാറി നമ്മൾ. മരുന്നങ്ങനെ കഴിക്കുന്നുണ്ട്, അസുഖം അങ്ങനെ ഉണ്ട്, ഒരു മാറ്റമില്ല. പിന്നെ അത് എന്ത് മരുന്നാണ്? ആ മരുന്ന് മാറ്റണ്ടേ? ആ ഡോക്ടറെ മാറ്റണ്ടേ? മരുന്ന് കഴിക്കണ രോഗം മാറാനല്ലേ. മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ലെങ്കിൽ ആ മരുന്ന് ശരിയല്ല. നോമ്പ് നോക്കണ എന്തിനാണ്? തഖ്വ ഉണ്ടാവാനാ. ലഅല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. നോമ്പ് വെച്ചിട്ടും ആ തഖ്വ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ നോമ്പ് ശരിയല്ല, അത് മെച്ചപ്പെടുത്തണ്ടേ. പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വ്യക്തമായ അവബോധം, ആ പടച്ചതമ്പുരാനിലുള്ള നിസ്സീമമായ സ്നേഹം, അവനെക്കുറിച്ചുള്ള നിലക്കാത്ത ഓർമ്മ, അതാണ് തഖ്വ. പടച്ചവനുണ്ടല്ലോ, അത് വല്ലാത്തൊരു സമാധാനമാണ്, ഒരു ആശ്വാസമാണ്. ഇന്നത്തെ കാലത്ത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ, പലസ്തീന്, ലോകത്ത് മുഴുവൻ തിന്മയുടെ ശക്തികൾ, അനീതിയുടെ ശക്തികൾ താണ്ഡവ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. പടച്ചവനുണ്ടല്ലോ, ഒരൊറ്റ ആശ്വാസം, ഒരൊറ്റ സമാധാനം നമുക്കുള്ളത്. പടച്ചവനുണ്ടല്ലോ. എന്നാൽ ആ പടച്ചവനുണ്ടല്ലോ എന്നുള്ളത് വല്ലാത്തൊരു സൂക്ഷ്മതയായി, ഒരു ശ്രദ്ധയായി, ഒരു തഖ്വയായി നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. പടച്ചവനുണ്ടല്ലോ, എന്തൊരു സംഗതി ചെയ്യുമ്പോഴും പടച്ചവനുണ്ടല്ലോ, പടച്ചവൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. നമ്മൾ നോമ്പ് വെച്ചിട്ട് നല്ല ചൂടത്ത് കൂടെ, വെയിലത്ത് കൂടെ അങ്ങനെ ഒരുപാട് സമയം നടന്ന് ആകെ തളർന്ന് ക്ഷീണിച്ച് ദാഹിച്ച് പരവശനായി അങ്ങനെ വെയിലത്ത് നടക്കന്നെ. അങ്ങനെ നടക്കുമ്പോൾ ഒരു വിജനമായ സ്ഥലത്ത് ഒരു കൂജ, ആ കൂജയുടെ മുകളിൽ ഒരു ഗ്ലാസും, അത് കണ്ടാൽ നമ്മളെന്തായി നമ്മളെ കാലുകൾ അറിയാതാണ്ട് ചെല്ലും. എന്നിട്ട് ആ ഗ്ലാസ് എടുത്ത് അതിൽ കൂജയെന്ന് വെള്ളം കൊണ്ട് പകർന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് നമ്മൾ കണ്ണുക്ക് തട്ടും, മുഖമൊക്കെ ഒന്ന് കേൾക്കും, തലക്കൊന്ന് കേൾക്കും. എന്നാലും ഒറ്റ തുള്ളി വെള്ളം നമ്മൾ കുടിക്കില്ല, ഒരൊറ്റ തുള്ളി വെള്ളം നമ്മൾ കുടിക്കില്ല. കാരണം ഞാൻ നോമ്പുകാരനാണ്, ആരും കാണാനില്ല, അവിടെ ആരും കാണാനില്ല. പക്ഷേ ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കില്ല. അതാണ് തഖ്വ. ആ തഖ്വ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും കൊണ്ട് വ്യാപിക്കണം. ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കില്ല, വേണ്ടാത്തൊരു നോട്ടം ഞാൻ നോക്കൂല, മോശപ്പെട്ടൊരു വാക്ക് ഞാൻ പറയില്ല, അഴുതാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്യൂല. അങ്ങനെ അങ്ങോട്ട് എല്ലാ രംഗത്തും ഒരു തെറ്റും ചെയ്യില്ല, ഒരു തിന്മയും ചെയ്യില്ല, നന്മകൾ ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങോട്ട് ഓരോ വ്യക്തികളും ആകുമ്പോൾ ആ വ്യക്തികളുള്ള കുടുംബം
നന്മയുടെ തുരുത്തുകളായി മാറൂലേ? നന്മയുടെ തുരുത്തുകളായി മാറും. അതാണ്, അങ്ങനെയുള്ള കുടുംബമാണ് സ്വർഗ കവാടങ്ങളായി മാറുന്നത്. അതാണ് ശരിയായ കുടുംബം. ഇന്നത്തെ കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ആകെ തകർന്ന് തരിപ്പണമായി, ശിഥിലമായ ബന്ധങ്ങൾ, സ്നേഹമില്ല, കടപ്പാടില്ല, ഉത്തരവാദിത്തമില്ല, ദയയില്ല, കരുണയില്ല, സ്വന്തം സ്വാർത്ഥതകളും അഹങ്കാരങ്ങളും ഒക്കെ മാത്രം. ആ രൂപത്തിൽ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. പണ്ട് മത്തായിച്ചൻ ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ സാരി കസേലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പേരക്കുട്ടി വന്നിട്ട് പറഞ്ഞു, അപ്പച്ചനൊന്ന് കണ്ണടച്ചേ. എന്തിനാടാ? അല്ല, അപ്പച്ചൻ ഒന്ന് കണ്ണടച്ചേ. അപ്പോൾ മത്തായിച്ചൻ കണ്ണടച്ചു. ഇനി നമ്മളെ വീട്ടിലൊരു സമാധാനം ഉണ്ടാവും. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അമ്മച്ചി പറയുന്നുണ്ടല്ലോ, അപ്പച്ചൻ്റെ കണ്ണടഞ്ഞാലേ ഈ വീട്ടിലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അമ്മാതിരി അമ്മച്ചിമാർ, അമ്മാതിരി അപ്പച്ചന്മാർ, അപ്പച്ചൻ്റെ സ്വഭാവം കൊണ്ടാവുമല്ലോ അമ്മച്ചി ഇത് പറയണേ. ഈ രൂപത്തിലുള്ള കുടുംബങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു കൊടും ഭീകരനുണ്ട്. വീട്ടിലെ വല്യമ്മ മുതൽ പേരക്കുട്ടി വരെയുള്ള സകല മനുഷ്യരുടെയും സമയം ഊറ്റി ഊറ്റി കുടിച്ച് അവരെ മുഴുവൻ കൊണ്ടുപോയി ഓരോ മുക്കുമൂലകളിൽ തള്ളിയിരുത്ത കൊടും ഭീകരൻ. അതാണ് ഈ മൊബൈല്. അതെ, നമ്മുടെ സമയത്തെ മുഴുവൻ കൊണ്ടുപോയിരിക്കുകയാണ്. എന്നാൽ ഇത് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഇതൊരിക്കലും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അത്ര ഉപകാരമുള്ള സാധനം വേറെ ഇല്ല, അത്ര അധികം ഉപകാരമുള്ള സാധനമില്ല. അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ ഒഴിവാക്കാതെ ഇരിക്കാൻ പറ്റുമോ? അതും കഴിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. കണ്ണിനും കാതിനും പണ്ടൊക്കെ കൗതുകവും ആനന്ദവും നൽകിയ മൊബൈലിൻ്റെ കാഴ്ചകൾ ഇന്ന് അത് കാണുമ്പോൾ അച്ഛനമ്മമാർ വിറക്കുകയാണ് എന്നാണ് എം മുകുന്ദൻ നോവലിസ്റ്റ് പറഞ്ഞത്. ആ രൂപത്തിൽ അതിങ്ങനെ തോണ്ടി കളിക്കല്ലേ. പണ്ട് മകൻ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി. ഉമ്മാക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മകനോട് പറയണം. മകന് ഇതിങ്ങനെ അവന് തോണ്ടി കളിക്കുക. അപ്പോൾ ഉമ്മ വന്ന് ഇരുത്തി ഇങ്ങനെ ഓരോന്ന് പറയണം. അപ്പോൾ മകനിങ്ങനെ ഇതുമ്പോൾ നോക്കണുണ്ട്. തന്നെ എന്നെ പഠിച്ചോനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അങ്ങനെ ഇത് പറയുന്നുണ്ട്. ഇത് നോക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ പറഞ്ഞ്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഒരു നിസ്കാര കുപ്പായം കൊണ്ടുവന്ന് തന്നില്ല. ഇനിയാ അത് മുഴുവൻ എലി കരണ്ടടാ. ഇത് എലി അല്ലടാ, ചുണ്ടലി. ഇങ്ങനെ മൊബൈലിൻ്റെ കഥ പറയാനില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഫാമിലി ആളുടെ ഇവിടെ ഇരിക്കണേ, പ്രത്യേക ലക്ഷ്യത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുന്ന ഫാമിലിയല്ലേ. നമ്മളതിനൊരു കൃത്യമായ, നമ്മളെ ജീവിതത്തിൽ മൊബൈലിന് അതിനൊരു സമയമുണ്ട്. ഒഴിവാക്കല്ല, അതിനൊരു കൃത്യമായ സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ, കുറച്ച് സമയം ഉപയോഗിക്കുള്ളൂ. ആ രൂപത്തിലേക്ക് ഇതിനൊക്കെ പരിവപ്പെടുത്തിയിട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. അതാണ് സ്വർഗ്ഗകവാടമായ കുടുംബം എന്ന് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം തീരല്ലാത്തതുകൊണ്ടാണ്. ഒരു പരിശോധന നമ്മൾ നടത്തുക. ഇവിടെ ഒരുപാട് നമ്മൾ കേട്ടു. ഈ പരിപാടി ഏറ്റവും നല്ല ഒരു സൽക്രമമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു നല്ലതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇവിടെ നമ്മൾ കേട്ട ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ പുലർത്തുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മളൊരു പരിശോധന നടത്തണം. അതൊക്കെ കേട്ടിട്ട് നമ്മളൊരു പരിശോധന നടത്തണം. സ്വന്തം അവനവനെ പറ്റി എന്താണ് എൻ്റെ അവസ്ഥ. നമ്മുടെ പള്ളികളിലൊക്കെ റമദാൻ പ്രമാണിച്ച് പരിപാടികളുണ്ടല്ലോ, അതിൽ ഏതാണ്ട് അവസാനത്തിലുണ്ടാവും ഒരു വിഷയം, തിരിഞ്ഞു നോക്കുമ്പോൾ. എന്തിനാണ് തിരിഞ്ഞു നോക്കാൻ ഈ അവസാനം കൊണ്ടുപോയി വെക്കണേ? ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കിയാൽ മാത്രം പോരാ, തിരിഞ്ഞു നോക്കിയിട്ട് കണ്ടെത്തണം, മനസ്സിലാക്കണം, എന്നിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. പണ്ട് കോടതിയിലൊരു കേസ് വന്ന് വിചാരണയ്ക്ക്, പ്രതി ഒരു വയസ്സായ ഒരാളാണ്, 69 വയസ്സൊക്കെ ഉള്ള ഒരാളാണ്. കുറ്റം എന്താണെന്നറിയോ? പെൺകുട്ടികളെ കമൻ്റ് അടിച്ച് ചോദിച്ച്, ഇയാളോ ഈ വയസ്സാം പ്രായത്തിലോ? അപ്പോൾ വക്കീൽ വന്നു, സാർ ഇയാൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തതാണ്, ഇപ്പോഴാണ് ഈ കേസ് വിചാരണയ്ക്ക് വന്നത്. നമ്മളെ പറ്റിയുള്ള ഓരോരുത്തരെ പറ്റിയുള്ള സ്വന്തം കേസ് നമ്മൾ എപ്പോഴെങ്കിലും വിചാരണയ്ക്ക് എടുത്തുക്കണോ? അതൊന്ന് എടുക്കണം, എന്നിട്ട് സ്വയം ഒന്ന് പരിശോധിക്കണം എന്താണ് അവസ്ഥ. എന്നിട്ട് അതനുസരിച്ച് മാറ്റങ്ങൾ. ഈ സംഗമത്തിൻ്റെ ഒരു പ്രചോദനം എന്ന നിലയ്ക്ക് നമ്മളെ ഓരോ ദിവസത്തിലും നമ്മൾ ഓരോരുത്തരും ഒരു ക്വസ്റ്റ്യൻ ടൈം കാണണം. ഒരു ക്വസ്റ്റ്യൻ ടൈം എപ്പോഴായാലും വേണ്ടില്ല, രാത്രി കിടക്കാൻ പോകുമ്പോഴാണെങ്കിൽ അത്. എന്നിട്ട് അന്ന് ഇന്നത്തെ എൻ്റെ അവസ്ഥ ഒരു 5 മിനിറ്റ് മതി, അല്ലെങ്കിൽ 10 മിനിറ്റ് മതി. ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താണ്? എന്തൊക്കെ നന്മകളാണ് ചെയ്തത്, എന്തൊക്കെ തിന്മകളാണ് ഞാൻ ചെയ്തത്
നന്മകളാണോ കൂടുതൽ, തിന്മകളാണോ കൂടുതൽ, അതോ ബറാബറായിട്ട് ഇങ്ങനെ പോവുകയാണോ? ഇങ്ങനെ ഓരോ ദിവസവും അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ആലോചിച്ച് ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവും, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു ഇതുണ്ടാവും. അങ്ങനെ നമ്മളങ്ങനെ ശരിയായ രൂപത്തിലേക്ക് അങ്ങനെ പോകും. മുത്തക്കീങ്ങളിൽ നിന്നല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് ആദമിൻ്റെ മകൻ കൊല്ലപ്പെടുന്നതിൻ്റെ കുറച്ച് മുമ്പ് പറഞ്ഞ വാക്കുകളാണ്. മുത്തക്കീങ്ങളിൽ നിന്നല്ലാതെ അള്ളാഹു സ്വീകരിക്കില്ല. ആ വാക്കുകൾ ഒരു വല്ലാത്ത വാണിങ്ങായി നമ്മളൊക്കെ ഹൃദയത്തിൽ വരണം. നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്ത് നോമ്പ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവസാനം അവിടെ വിചാരണക്ക് കൊല്ലുമ്പോൾ ഇതൊന്നും ഒരു വസ്തുവിനും പറ്റൂല, ഇതിനൊന്നും കഴമ്പില്ല, ഇതിലൊന്നും ഖുശൂഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നോമ്പ് നമസ്കാരമൊക്കെ എടുത്താണ്ട് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? ഇതൊന്നും കൂടി നന്നാക്കാമായിരുന്നു എന്ന് അപ്പം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു പഴുതും ഉണ്ടാവില്ല, കുടുങ്ങിപ്പോവും. നമ്മളൊക്കെ കുടുങ്ങിപ്പോവും. ഒരു രാജാവിൻ്റെ കഥയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് നിങ്ങളൊക്കെ കേട്ടത് തന്നെ ആവും. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയണതാണ്. അത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്തിനാ എന്നെയും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്. അവിടെ രാജാവിന് 40 കൊല്ലം സുഖമായിട്ട് ഭരിക്കുക. 40ാമത്തെ കൊല്ലമാകുമ്പോൾ പ്രജകളെല്ലാം കൂടി കൊട്ടാരത്തിലേക്ക് വരും. രാജാവിനെ കൊണ്ടുപോയി കുളിപ്പിക്കും, പുതിയ ഡ്രസ്സ് അണിയിക്കും, കുതിരപ്പുറത്ത് കയറ്റും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ആ രാജ്യത്തിൻ്റെ അങ്ങേയറ്റത്തൊരു പുഴ ഉണ്ട്. പുഴൻ്റെ അപ്പുറത്ത് കൊടും കാടാണ്, ക്രൂര ജീവികളൊക്കെ ഉള്ളത്. ആ കാട്ടിലേക്ക് വലിച്ചെറിയും. മൃഗങ്ങൾ തിന്ന് തീർക്കുക ചെയ്യുക. രാജാക്കന്മാരൊക്കെ കരച്ചിലും വിളിച്ചും ബേജാവൊക്കെ ആയിട്ടാണ് പോവുക. അതാണ് അവിടുത്തെ സിസ്റ്റം. അങ്ങനെ ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 40ാമത്തെ കൊല്ലമായി. പ്രജകളെല്ലാം കൂടി കൊട്ടാരത്തിലേക്ക് വന്നു. രാജാവിനെ കൊണ്ടുപോയി കുളിപ്പിച്ചു, കുതിരപ്പുറത്ത് കയറ്റി. ഇങ്ങോട്ടും രാജാവിന് വലിയ കരച്ചിലോ ബേജാവോ ഒന്നും കാണുന്നില്ല. എന്താ സംഗതി? രാജാവ് ആരും അറിയാതെ ആ കാട്ടിൻ്റെ നടുവിൽ ഒരു വീടുണ്ടാക്കി വെച്ചിരുന്നത്. എനിക്കൊരു കാലത്ത് പോകാനുള്ള ആ ലോകത്തെക്കുറിച്ച് രാജാവിന് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും രാജാവ് ചെയ്തു. അതുകൊണ്ട് പേടിക്കാതെ കരയാതെ രാജാവിന് പോകാൻ സാധിച്ചു. നമുക്കൊരു കാലത്ത് പോകാനുള്ള ലോകം, ആ ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടോ? അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ? എങ്കിൽ വലിയ ബേജാറും പ്രയാസവും ഒന്നുമില്ലാതെ നമുക്ക് പോകാൻ സാധിക്കും സമാധാനത്തോടെ. അല്ലെങ്കിൽ നമ്മളെ പോക്ക് ഒരു വല്ലാത്ത പോക്കാവും. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നിൻ്റെ അനന്തമായ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ അനശ്വരമായ സ്വർഗ്ഗലോകത്തിലേക്ക് ഒഴുകി പോകുന്ന നല്ല ആത്മാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി തന്നെ തമ്പുരാനെ. അതിഭയങ്കരമായ നരകത്തിൽ ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു തരണേ. തഖ്വയോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ എത്തിക്കിനാ മിനന്നാർ വതർഹംനാ ജന്നത യാ റബ്ബൽ ആലമീൻ. ആമീൻ ആമീൻ.